ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മൾ എടുക്കുന്ന ഫോട്ടോ എങ്ങനെ ചലിപ്പിക്കാം, അതായത് നമുക്ക് ജീവൻ വെപ്പിക്കാൻ സാധിക്കും. അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. കോടിക്കണക്കിന് എഡിറ്റിംഗ് ടൂൾസ് നമുക്കിതിലുണ്ട്. എഡിറ്റിംഗ് നന്നായി ഇഷ്ടമുള്ളവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതെല്ലാം ഉപയോഗിച്ച് നോക്കേണ്ട ഒരു ആപ്പാണ്. ഇതിൽ കുറച്ച് എടുത്തു പറയേണ്ട കാര്യം നമുക്ക് ഏതാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കപ്പിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ചൂടുള്ള ചായ ആണെങ്കിൽ അതിൽ നിന്നും പുക പോകും. അപ്പോൾ നമുക്ക് ആ പുക പോകുന്നത് പോലെ കാണിപ്പിക്കാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളൊരു ബക്കറ്റിലേക്ക് ഒരു കപ്പിൽ നിന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് റിയലായിട്ട് കാണിക്കാനായിട്ട് സാധിക്കും, വെള്ളം ഒഴുകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ആകാശത്ത് കൂടി ഒരു ഫ്ലൈറ്റിനെ പറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായി നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എഫക്ട്സ് എന്നുള്ളൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ആ വെള്ളം ഒഴിക്കുന്ന ഭാഗം നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആ സെർച്ച് ബാറിൽ പോയതിന് ശേഷം വാട്ടർ ഫ്ലോ എന്ന് ജസ്റ്റ് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വാട്ടർ ഫോൾ -1 എന്നുള്ളൊരു ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ആ വാട്ടർ ഫ്ലോ ജസ്റ്റ് ഫ്ലോ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനെ നമുക്ക് ആ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ചിട്ട് കറക്റ്റായിട്ട് അവിടെ ആ ലൈനിൽ കൊണ്ടുവച്ചാൽ നമുക്കത് അവിടെ സെറ്റായി. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, താഴെ ഒരു റൈറ്റ് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ സെറ്റായി കഴിഞ്ഞു. അടുത്തത് നമുക്ക് വീണ്ടും ആഡ് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേറെ എന്തൊക്കെ കൊടുക്കണം, ടെംപ്ലേറ്റ്സ് കൊടുക്കണം, അതൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ചലിക്കുന്നതായിരിക്കും. അടുത്തായി നമുക്ക് ഒരു പക്ഷീനെ കൊണ്ട് ആ വെള്ളം ഒന്ന് കുടിപ്പിച്ച് നോക്കിയാലോ. ജസ്റ്റ് ഒരു പക്ഷീനെ നമുക്ക് പോയി സെലക്ട് ചെയ്ത് നോക്കാം. ഹമ്മിങ് ബേർഡ് എന്നതിന് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ കുട്ടി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് അടുത്തേക്ക് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ നമുക്കിവിടെ വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ വലുതാക്കാം. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ആ റൈറ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ അതവിടെ സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആ പക്ഷിയെ കൊണ്ട് നമുക്ക് ആ വെള്ളം കുടിപ്പിക്കുന്നത്. അടുത്തതായി നമുക്ക് ആകാശത്ത് കൂടി ഒരു എറോപ്ലെയിൻ പറത്തി നോക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ എഫക്ട്സിൽ വീണ്ടും പോയതിന് ശേഷം ആഡ് ന്യൂ എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എറോപ്ലെയിൻ എന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ടാപ്പ് ടു ആഡ് എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറോപ്ലെയിൻ ആകാശത്ത് കൂടി കറക്റ്റായിട്ട് പറന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കാം. അപ്പോൾ ഇതേപോലെ നിരവധി സെറ്റിങ്സ്, ഇത് മാത്രമല്ല നിരവധി ഫോട്ടോ എഡിറ്റിംഗ് ടൂൾസുകൾ ഇതിലുണ്ട്. ചലിപ്പിക്കുന്നതും ചലിക്കാത്തതുമൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ട്രൈ സാധനമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായി നമുക്ക് ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് സ്ക്രീൻ സൈസ് ആണെന്ന് വേണ്ടെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫോർമാറ്റ് ഏത് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഡ്യൂറേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റിംഗ് എല്ലാം ഒന്ന് സെറ്റായി വരാനായിട്ട് ഒരു ലേശം സമയമെടുക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയുടെ രൂപത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ പെയ്ഡ് വെർഷനിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പെയ്ഡ് വെർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക.